ലോകത്തെ ഏറ്റവും മികച്ച ഗ്രൗണ്ട്, ഏറ്റവും മികച്ച സ്റ്റേഡിയം ഏതായിരിക്കും? ഒരുപാട് വേൾഡ് ക്ലാസ് സ്റ്റേഡിയങ്ങളൊക്കെ മനസ്സിലോട്ട് വരുന്നില്ലേ? പക്ഷെ ഇതിനെക്കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനെല്ലാം മുകളിലായിട്ട് നമ്മളുടെ മനസ്സിൽ ഇടുന്ന കുറച്ച് സ്റ്റേഡിയങ്ങളുണ്ട്. അത് നമ്മളുടെ സ്വന്തം നാട്ടിൻപുറത്തെ നാടൻ ഗ്രൗണ്ടുകളായിരുന്നു. പന്തടിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ പോകും. കാട്ടിൽ നിന്ന് പറക്കിയെടുത്ത് പന്തുമായിട്ട് വന്നിട്ട് പിന്നെ മത്സരം തുടരുന്ന നമ്മളുടെ സ്വന്തം ഗ്രൗണ്ടുകൾ. ഇപ്പം സോഷ്യൽ മീഡിയ നിറയെ ഒരൊറ്റ ഗ്രൗണ്ടാണ് ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത്. ഇത് ആമസോൺ മഴക്കാടുകളാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. അത്രമാത്രം സുന്ദരമായ ഒരു സ്റ്റേഡിയം. ഇവിടൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയവരുടെ ഭാഗ്യമെന്ന് നമ്മൾ കമന്റ് ബോക്സിൽ ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈം. യെസ്, നമ്മുടെ തൃശ്ശൂർ പാലപ്പള്ളിയിൽ, അങ്ങനെ തന്നെയല്ലേ സ്ഥലപ്പേര്, ചിമ്മിനി ഡാമിനൊക്കെ സമീപത്തായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട്. അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ എന്താ ഒരു ഭംഗി. ഈ ഒരു ഗ്രൗണ്ടിൽ പോയി ഒരു വട്ടമെങ്കിലും കളിക്കണം, ഈ ഒരു ഗ്രൗണ്ടിൽ പോയി ഫ്രണ്ട്സായിട്ട് കുറച്ച് നേരമെങ്കിലും ഇരിക്കണമെന്ന് തോന്നാത്തവർ വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിന്റെ ഓണർ ആരാണെന്ന് അറിയാവോ? നമ്മുടെ LSGയുടെ ഓണർ. യെസ്, നമ്മുടെ പന്തിന്റെ ഒക്കെ ഓണർ, ലക്നോയുടെ ഓണർ ആയിട്ടുള്ള സഞ്ജീവ് ഗോയങ്കയുടെയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള RPSG ഗ്രൂപ്പിന്റെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെയാണ് ഈ ഗ്രൗണ്ട്. IPL ഡോട്ട് ബോളുകൾ കളിച്ചു വന്നിട്ടുള്ള ഒരു കാടല്ല. കോഫിയും കോക്കനട്ടും റബ്ബറും പെപ്പറും ഉൾപ്പെടെ എല്ലാമുള്ള മനോഹരമായ ഒരിടം. എന്തായാലും ഈ ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ മനസ്സിലോട്ട് ആദ്യം വന്നത് നാട്ടിലെ ഇന്റർനാഷണൽ ഗ്രൗണ്ടുകളാണ്. ഒരു ഇത്തിരി സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ 3 സ്റ്റമ്പും ബാറ്റും ബോളുമായിട്ട് ഒരൊറ്റ ഇറങ്ങലാണ് കൂട്ടുകാരുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് നാടൻ ഗ്രൗണ്ട്, നിങ്ങളുടെ സ്വന്തം ഗ്രൗണ്ട്, അതിനെക്കുറിച്ച് പറ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ കുട്ടിക്കാലത്ത് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഭാഗമായിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ടാഗ് ചെയ്തേരെ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ. നമ്മളിപ്പോഴും ആ ഓർമ്മകളൊന്നും മറന്നിട്ടില്ലെന്ന് അവരൊന്ന് ഓർമ്മിപ്പിക്കാമല്ലോ.